ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിന്റെ പൊതുകടം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കൂടി കൂടി വരുന്നു. ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ മേൽ അടിക്കടി നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ശത്രുക്കളോ മിത്രങ്ങളോ പറയുന്നാൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയോളം കേരളത്തിന് പൊതുകടമുണ്ടെന്ന് പറയുന്നു. ലോകത്തിലെ ഒരു വലിയൊരു രാജ്യത്തിനുണ്ടാകുന്ന ഒരു പൊതുകടമാണിത്. ഈ കടത്തെ കൂട്ടാനോ അത് ഇല്ലാതാക്കാനോ ജനങ്ങളുടെ മേൽ നികുതി വർദ്ധിപ്പിക്കാതെ എങ്ങനെ ഭരണം കൊണ്ടുപോകാനൊന്നും പൊതുവെ കേരളത്തിലെ ഏത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ പൊതുകടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ഒക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ ഒരു 50% കുറയ്ക്കാൻ പറ്റും. അപ്പോ ഒരുപക്ഷെ നമുക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതവിടെ നിൽക്കട്ടെ, വട്ടുണ്ടോ ഇല്ല എന്നുള്ള അല്ല കാര്യം. അതെങ്ങനെ നമുക്കത് കടം കൊണ്ടുവരാമെന്നുള്ളത് 3-4 ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യാം. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പ്രധാനമായിട്ട് കേരളത്തിലേക്ക് കിട്ടുന്ന 4 ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. പ്രധാനമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വഴിയാണ് നമുക്ക് സർക്കാരിന്റെ നികുതികൾ കിട്ടുന്നത് ജനങ്ങളിൽ നിന്ന്. രണ്ടാമത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നും, തഹസിൽദാർ ഓഫീസിൽ നിന്നും, ഇലക്ട്രിസിറ്റിയിൽ നിന്നും. ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു വീട് പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാള് പണിയാണെങ്കിൽ, ഒരു കൺവെൻഷൻ സെന്റർ പണിയാണെങ്കിൽ, അല്ലെങ്കിൽ SSI യൂണിറ്റുകൾ, അല്ലെങ്കിൽ ഫാമുകൾ, ഇതൊക്കെ വരുമ്പോൾ സർക്കാരിന് നികുതി കിട്ടുന്നതിനുള്ള കുറച്ച് സൂത്രവിദ്യകൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ 2.5 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെങ്കിൽ, ലോകം കീഴ്മേൽ മറിഞ്ഞു കഴിഞ്ഞു. അതായത് ലോകത്തില് പഴയ പാരമ്പര്യ സ്രോതസ്സുകൾ അല്ലെങ്കിൽ വരുമാനത്തിന്റെ സ്രോതസ്സുകളെല്ലാം ഗവൺമെന്റുകൾ പിന്തുടർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സാമ്പത്തിക അന്ധകാര യുഗങ്ങൾ മാത്രം സൃഷ്ടിക്കാൻ പെട്ടവയായിരുന്നു. കമ്പ്യൂട്ടർ വരുമ്പോഴും പണപ്പെരുപ്പം വരുമ്പോഴും വിലക്കയറ്റം വരുമ്പോഴും രാജ്യവും രാഷ്ട്രങ്ങളും തകർന്നു വീടുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ യുഗം നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ അറിയാം. കമ്പ്യൂട്ടറിനെ ഇവിടെ തല്ലിപ്പൊളിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുഖം നന്നാവാതെ കണ്ണാടി തല്ലി പൊട്ടിക്കുന്നതിന് തുല്യമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത ഉദ്യോഗസ്ഥന്മാര് ഉണ്ടായ നാട്ടില് കമ്പ്യൂട്ടറിന് തല്ലിപ്പൊളിക്കുന്ന വൃത്തിയുള്ളൂ. കാരണം അത് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊന്നും അതിനുള്ള അജ്ഞതയാണ്. നമ്മൾ അതിലേക്കല്ല നമ്മളിപ്പോ കടക്കുന്നത്. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മേൽ പറഞ്ഞ പോലെ വീടുകളോ, ആദ്യം തന്നെ വീടിന്റെ കാര്യം എടുക്കുക. ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരാൾക്കൊരു വീട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ AEനെ കാണണം, അപേക്ഷ വാങ്ങണം, പ്ലാൻ വരയ്ക്കണം. പ്ലാൻ നമ്മൾ പുറത്തു കൊടുത്ത് ഓതറൈസ് ആയിട്ടുള്ള എഞ്ചിനീയറെ കൊണ്ട് വരപ്പിക്കണം. അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം. ഇതൊക്കെ ഉണ്ട്. മതിലിനോട് റോട്ടിൽ നിന്ന് എത്ര വലിച്ചിടണം, സൈഡിൽ നിന്ന് എത്ര വലിച്ചിടണം, ബാക്കിൽ നിന്ന് എത്ര വലിച്ചിടണം, ഇതെല്ലാ കാര്യങ്ങളും ഇത് സ്പെസിഫൈ ചെയ്തവരാരും പറയില്ല. ഇവരവിടെ ഇവിടുന്ന് ഉരുണ്ട് കളിക്കുള്ളൂ. ഇതില് സർക്കാർ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വെബ്സൈറ്റിൽ അടിച്ചിടുക 100 സ്ക്വയർ ഫീറ്റ്, 200 സ്ക്വയർ ഫീറ്റ്, 500 സ്ക്വയർ ഫീറ്റ്, 800 സ്ക്വയർ ഫീറ്റ്. ഓരോ വീടുകളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ പണിയുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ അടിച്ച് നെറ്റിലിട്ടാൽ മതി. ഒരാൾ വരണ നേരത്ത് ഇപ്പൊ ഞാൻ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാനാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, സാറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയും. ആ 1000 സ്ക്വയർ ഫീറ്റിന്റെ ആ പഞ്ചായത്തിലിരിക്കുന്ന ക്ലർക്ക് അതിന്റെ നെറ്റിൽ നിന്ന് ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് കൊടുത്ത ഈ പ്രശ്നങ്ങൾ അടിച്ച് തീർന്നു. മനസ്സിലായോ? ഇത് അത് കഴിഞ്ഞാൽ അത് അവൻ പണിയുന്ന ഉത്തരവാദിത്തം അവന്റെയാ. അവൻ അതിൽ വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ടാക്സ് അടയ്ക്കാൻ, അധിക ടാക്സ് അടയ്ക്കുന്നല്ലോ. 1000 സ്ക്വയർ ഫീറ്റിന് എത്ര ടാക്സ് ആ കാശാ പിടിച്ചു. വില്ലേജിൽ പോയിട്ട് ലക്ഷറി ടാക്സ് വേണമെങ്കിൽ ലക്ഷറി ടാക്സ്, ഇലക്ട്രിസിറ്റിയിലെ അപേക്ഷിച്ച് ഇലക്ട്രിസിറ്റിയിൽ കൊടുക്കേണ്ട പൈസ കൊടുത്തു, തഹസിൽദാർ ഓഫീസിൽ അവിടെ കൊടുക്കാണെങ്കിൽ കൊടുത്തു. ഇത് അവിടെ പ്രശ്നം അടച്ച് തീർന്നു. അത് അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചില ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോയിട്ട് അതിന്റെ പേപ്പറുകൾ കൊടുത്തു. ഈ കൊടുത്ത് ഈ 4-5 ഡിപ്പാർട്ട്മെന്റിൽ വാങ്ങിക്കേണ്ട പൈസ ആദ്യം മേടിച്ചു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചോളം അവന്റെ 99% അവന്റെ റിക്വയർമെന്റ് അവസാനിച്ചു. ഇത് പഞ്ചായത്ത് ഓഫീസിൽ കയറുക.
പഞ്ചായത്തിന്റെ കടലാസ് കിട്ടിയിട്ട് വേണം ഇലക്ട്രിസിറ്റിയിൽ കൊടുക്കണം, അത് കിട്ടിയിട്ട് വേണം വില്ലേജിൽ കൊടുക്കണം, അത് കിട്ടിയിട്ട് വേണം തഹസിൽദാരോട് കൊടുക്കണം, അത് കിട്ടിയിട്ട് വേണം പൊല്യൂഷൻ കൺട്രോൾ കൊടുക്കണം. ഇത് വർഷങ്ങളും മാസങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്തതാണോ, ഗവൺമെന്റിന് അറിയാത്തതാണോ, ഭരിക്കുന്നവർക്ക് അറിയാത്തതാണോ നമുക്ക് മനസ്സിലാവില്ലേ. ലോകം നിങ്ങൾ ചൈനയിൽ നമ്മൾ പോയിട്ടില്ല എങ്കിലും ചൈനയിലൊക്കെ നമ്മൾ ആ നെറ്റിൽ നോക്കുമ്പോൾ അവരൊക്കെ നമ്മളെക്കാളും 50-100 കൊല്ലം മുന്നിലേക്ക് കടന്നുപോയി. ഇപ്പൊ യൂറോപ്പിനേക്കാൾ അമേരിക്കയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയേക്കാൾ ന്യൂസിലൻഡിനേക്കാളൊക്കെ അതിവേഗം, ഇന്ത്യയൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല, അവരെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വരെ അതിവേഗം ചൈന കടത്തിവിട്ട് ചൈന, തായ്ലൻഡ്, ഇന്തോനേഷ്യ, എന്തിന് ഈ ബർമ്മ പോലും, അല്ലെങ്കിൽ കൊറിയ, ജപ്പാൻ, ഇവരൊക്കെ ഈ മംഗോളിയൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിശീഘ്രമായിട്ട് അവർ വളർന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വെച്ച് ലോകത്തിനെ ആകർഷിച്ച് ടൂറിസത്തിന് എന്തിലൂടെ പല പല കാരണം കൂടെ ഇവരിത് ആൾക്കാരെ വിളിച്ചു വരുത്തി കാശ് അവർ വാങ്ങിച്ചു തരണം. ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന ഇവർ കെട്ടിടം പണിയാൻ വരുന്നെങ്കിൽ അവനിട്ട് നടത്തിച്ച് കൊല്ലല്ല. നിങ്ങൾക്ക് ഈ നെറ്റിന്റെ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ വന്ന് അവന്റെ റിക്വയർമെന്റ് ഒരു ഫാക്ടറി പണിയുന്നു, അവന് എന്താ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എത്ര 3000 സ്ക്വയർ ഫീറ്റ് ആണ്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ ബാത്റൂം നമുക്കുണ്ടാക്കണം, ശുചിത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് എത്ര ടാങ്ക് ക്ലീനിങ്ങിനുള്ള ഒരു ഫാക്ടറിക്ക് വേണം, പിന്നെ കൂടി വന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കടലാസ് വേണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടലാസ്. ഇത് ഒറ്റ വിൻഡോയിൽ വന്ന് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം തീർന്നില്ലേ. കാരണം വെച്ചാൽ ഒരാളൊരു ഉദ്യമം, അദ്ദേഹം ഒരു സ്ഥാപനം പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള പൈസകളൊക്കെ അവർ തുടക്കത്തിൽ അവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഈ തുടക്കത്തിൽ വെച്ച പൈസ സർക്കാർ ദയവ് നിങ്ങൾ അത് വാങ്ങിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ അവന്റെ പിന്നാലെ കൊണ്ട് നിങ്ങൾ അടുത്തതിന്റെ പിന്നാലെ പോകും. ഒരു വാർഡ് മെമ്പർ വിചാരിച്ച ഒരു വാർഡിൽ ചുരുങ്ങിയത് വീടുകൾ നോക്കട്ടെ, വീടുകൾ ആൾക്കാർ ഇഷ്ടം പോലെ അവർ പണിയിട്ടെ. എത്ര നമ്മുടെ അവിടെ മത്സ്യകൃഷി ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ അനിമൽ ഫാമുകൾ വരുത്താൻ പറ്റും, കൃഷി നമുക്ക് എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റും, പിന്നെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഷോപ്പുകൾ കൊണ്ടുവരാൻ പറ്റും, ഷോപ്പിംഗ് മാളുകൾ കൊണ്ടുവരാൻ പറ്റും, കൺവെൻഷൻ സെന്റർ കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ എണ്ണം ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കണില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച ഓരോ വാർഡിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു 10-20 ഫേമുകൾ കൊണ്ടുവരാൻ പറ്റും. ആ ഫേമുകൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ കാശ് നിങ്ങൾ വാങ്ങിച്ചു വെക്കാൻ നോക്ക്. ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് വരുന്നതിന് തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അത് അവന്റെ ഉത്തരവാദിത്തമാണ്. അതായത് അവിടെ ഇന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ അത് താഴെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ അത് ചെയ്തോളും. അല്ലാതെ നിങ്ങൾ അവന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കൂടി ഒരു ഇൻസ്പെക്ഷനെ വേണ്ടൂ. അതായത് അവൻ പണി കഴിഞ്ഞ് 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞാൽ അളക്കാൻ ചെല്ലുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവനതിന്റെ അയ്യോ ചേട്ടാ ഇത് 1 മാസത്തിനുള്ളിൽ തീർത്തോളാം, അല്ലെങ്കിൽ ഫൈൻ വരും. ഈ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിദേശത്ത് ഇറക്കുമതി ചെയ്ത ജനങ്ങളല്ല, അത് മനുഷ്യരല്ല. അത് ഞങ്ങളൊക്കെ ഇവിടെയുള്ള താമസിക്കുന്നത് ഞങ്ങളുടെ ആവാസ വ്യവസ്ഥിതികളൊന്നും മാറ്റിമറിക്കാൻ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് അധികാരമൊന്നുമില്ല. മനസ്സിലായോ? ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ഫേം മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇവന്റെ അടിസ്ഥാന ആവാസ മേഖലകളാണ്, അവന് ജീവിക്കാനുള്ളത് അവന്റെ അവകാശമാണ്. നിങ്ങളൊരു വീട് പണിയുമ്പോൾ അവന്റെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഫയലും മേടിച്ച് കക്ഷത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥനെ എന്തെന്ന് വിളിക്കുക? അവരൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്നും പറയാൻ പറ്റില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് നിയോഗിക്കപ്പെടുന്ന ഒരു സർവന്റാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള സങ്കല്പങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഒന്നും അധികം വന്നിട്ടൊന്നുമില്ല. ലോകത്തിൽ പല രാജ്യങ്ങളും ഏകദേശം 70-80 കൊല്ലങ്ങളൊക്കെ സ്വാതന്ത്ര്യം എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഇൻഡിവിജ്വൽ ഭരണമാണ്, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ രാജാക്കന്മാര് അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള പ്രഭുക്കന്മാർ ഇവരെയൊക്കെ ഭരിച്ചിരുന്ന നാട്ടിൽ നിന്ന് രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായതാണ് ഈ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് വന്നു എന്ന് വിചാരിച്ച് ഇവിടുത്തെ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തതായിട്ട് ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭരണഘടനകളിലൊന്നും ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ആത്മാഹത്യ എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് സർവന്റ്, അതൊക്കെ പോട്ടെ, സർവന്റ് ഒന്നും ആവണ്ട.
ഒരാളെ ശിക്ഷിക്കാതിരിക്കാനുള്ള നോക്കാനുള്ള ഒരു മാർഗം ഇവിടെ ഓരോ രാജ്യം ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ നമ്മുടെ മാറ്റിമറിക്കാൻ പറ്റും നമ്മുടെ ലോകത്തിന്. ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ പറ്റും. ഒരു മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ മാറ്റിമറിക്കാൻ പറ്റും. ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് വിചാരിച്ചാൽ നമ്മളെ മാറ്റിമറിക്കാൻ പറ്റും. ഈ മാറ്റിമറിക്കുന്ന കൂട്ടായ്മക്കാർ മുഴുവൻ ഇവരെന്നും നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഇവരെന്നും അവിടെ കമ്പ്യൂട്ടറുകളിലോ ഫയലുകളോ ഒരിക്കലും ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. ഒരിക്കലും ഡെവലപ്മെന്റിലേക്ക് ഇവർ കടക്കണില്ല. ഇങ്ങനെ വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് അരാജകത്വമാണ് നമുക്ക് അവർക്ക് കിട്ടുന്ന റിസൾട്ട്. ഈ അരാജകത്തിൽ ജീവിച്ചിട്ട് ഈ ജനത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ജനം മുന്നോട്ട് പോയി രാഷ്ട്രം മുന്നോട്ട് പോവില്ല. രാഷ്ട്രത്തിൽ സമ്പത്ത് ഉണ്ടാവില്ല. ജനങ്ങളുടെ സമ്പത്ത് വാങ്ങിക്കാനുള്ള ഒരു വ്യഗ്രത, നിങ്ങൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലവാരത്തിലുള്ള നമ്മൾ കൊണ്ടിരുത്തുക. അപ്പൊ അവരെ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരെന്നാലും സാറിനൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോ സാറിനൊക്കെ വിളിച്ച് പലരും പറയാം സാറിനൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരെ ഇന്ന് വാങ്ങിക്കുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഭരണാധികാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥങ്ങൾ ചിന്തിച്ചു നോക്ക്. പറഞ്ഞാൽ തെറ്റുണ്ടോ? അയാൾ പറയുന്നത് തനി ഫ്രോഡാണോ ഫേക്ക് ആണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നിങ്ങൾ ചെയ്തേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഗവൺമെന്റ് എങ്ങനെ പൈസ കിട്ടുക? അതിൽ മുഴുവൻ ഗവൺമെന്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരും നിങ്ങളും അതിലൊരു എന്താ പറയാ ഒരു ടെററിസ്റ്റുകളൊന്നും നമ്മൾ ജനങ്ങൾക്ക് പറയുന്നില്ലേ. പക്ഷെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കാത്തോടത്തോളം കേരളം എന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിന്റെ തകർച്ചകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ലോകത്തിൽ പല ഇപ്പൊ പറയും കേരളത്തിൽ മാത്രമല്ലല്ലോ. ശരിയാണ്, മറ്റു കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മറ്റു രാജ്യങ്ങളും ഇതേപോലുള്ള മനോഭാവമുള്ള ഉദ്യോഗസ്ഥന്മാര് മാറി നമ്മൾ മാറ്റങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾക്ക് വേണ്ടി ഓരോ ഉദ്യോഗസ്ഥരും മാറി മറഞ്ഞു വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാർഡ് മെമ്പർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ ഒരു ടാസ്ക് വെച്ച് കൊടുക്കുക. അതായത് ഇത്ര ടാക്സ് പിടിച്ചാൽ നമുക്ക് ഇത്ര കാശ് ഇൻസെന്റീവ് കിട്ടും. അത് അവന്റെ പെൻഷന്റെ കൂടെ അത് കൂട്ടി കൊടുക്കുക. അവൻ ജോലി ചെയ്യുമ്പോൾ അവർ പെൻഷനോടെ കൂട്ടി കൊടുക്കും. അപ്പൊ പെൻഷൻ ജീവൻ അടുത്ത പ്രാവശ്യം വാർഡ് മെമ്പർ ആയില്ലേ എനിക്ക്, പക്ഷെ അവൻ തുടങ്ങി വെച്ച പദ്ധതികളിൽ നിന്ന് ഒരു ഇൻസെന്റീവ് അവന് കൊടുക്കണം. അപ്പൊ അവൻ തന്നെ അത് മരിക്കോളം വീടുകളിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ ടാക്സ് പിടിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ കമ്പനികളിലെ പോയിട്ട് ടാക്സ് പിരിക്കാനും പുതിയത് തുടങ്ങുക. അതിനുള്ള സഹായം ചെയ്തു തരാം. ബാങ്കിൽ നിന്നൊക്കെ ഇഷ്ടംമാര് ലോൺ കിട്ടുന്ന കാലങ്ങളാണ്. ഇങ്ങനെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വരുമാനം കിട്ടിയാൽ മാത്രമാണ് നമ്മളും ലോകത്തിന്റെ ഒപ്പം പോകുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഇപ്പൊ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് കണ്ടുപിടിച്ചതോടുകൂടി ജനങ്ങളുടെ അല്ലെങ്കിൽ യൂത്തിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറ് മുഴുവൻ അങ്ങോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ പല ഷോപ്പുകളിൽ അറിയപ്പോ ഞങ്ങളുടെ എന്റെ മക്കളായാലും നിങ്ങളുടെ മക്കളായാലും കേട്ടിരിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷോപ്പുകാരെ അടിച്ചു കൊടുക്കുന്ന ബില്ലിൽ അപ്പൊ തന്നെ QR കോഡ് അടിച്ചുമ്പോ വേറെ മൊബൈലിൽ നിന്ന് അടിച്ച് ഇതടിച്ച് ഇവരെ പൈസ സെൻഡ് ചെയ്ത് കൊടുത്തു മേടിക്കുന്ന സാധനത്തിന് തൂക്കണ്ടോ അളവുണ്ടോ എന്ന് പോലും അവൻ നോക്കണില്ലേ. അപ്പൊ ആ രീതിയിൽ കാലങ്ങൾ മാറുകയാണ്. പക്ഷെ ഈ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ മാറി പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ പുതിയ പുതിയ മോഡലുകൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാണ്ടൊന്നും കേരളം രക്ഷപ്പെടില്ലേ. 5 ലക്ഷം കോടിയും 6 ലക്ഷം കോടിയും. പക്ഷെ ഒരു കാലത്ത് എന്തുണ്ടാവും അറിയും നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ പറയുമ്പോൾ എന്നെ നിങ്ങൾ കളിയാക്കുമ്പോ എന്താ വെച്ചാൽ ഒരു കാലത്ത് നമുക്ക് ശമ്പളമൊന്നും കിട്ടാണ്ടാവില്ല, പെൻഷൻ ഉണ്ടാവില്ല, മനസ്സിലായി, ശമ്പള വർധനവ് ഉണ്ടാവില്ല, മുഴുവൻ കമ്പ്യൂട്ടറൈസർ ആക്കും. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഇപ്പോൾ റോബോട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ പണിയാണ്. എന്തുകൊണ്ടാണ് റോബോട്ടുകളെ വെക്കേണ്ടതും കമ്പ്യൂട്ടറൈസേഷൻ ഗവൺമെന്റുകൾ ലോകത്തിലെ രാജ്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് ജോലി ചെയ്യാൻ തയ്യാറല്ല, പൈസ വാങ്ങിക്കാനാണ് നമ്മൾ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും മുന്നിലുള്ളത്. ആ രീതി മാറ്റി ജനങ്ങൾക്കുള്ള എല്ലാവിധ സർവീസും സേവനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമുക്കുള്ള സർക്കാരിൽ അടയ്ക്കാനുള്ള പൈസ കിട്ടും. ഈ പൈസ ഗവൺമെന്റിന് കിട്ടി കഴിഞ്ഞാലല്ലേ അടുത്ത ടാക്സ് വർധനവിന്റെ തലേന്ന് ഒഴിവാക്കിക്കല്ലോ. ഇത് വീണ്ടും നിങ്ങൾ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുക്കില്ല, ചോദിക്കാനുള്ളത് ചോദിക്കില്ല. അന്നൊരാൾ വന്നു കഴിഞ്ഞാൽ വാതിൽ കൊട്ടി അടയ്ക്കും ചെയ്യും. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാന്നറിയാം? എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടനടി അവന്റെ പേരിൽ കേസായി, അല്ലെങ്കിൽ ക്യാമറ വെച്ച് അവന് കേസിൽ കുടുക്കി അപ്പോഴും കോടതിയിൽ പോയി. ഇതൊക്കെ ഒരു ഈ കോടതി ആയാലും എന്ത് കാര്യങ്ങളായാലും ഇത് ഈ കോടതിയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇവരെ ഒരു തരം കോക്കസ് പോലെയായിട്ട് പലപ്പോഴും ഇവിടെ സാധാരണ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കാണാം. മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലാതെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലായാലും ഒരു തരം ആക്രമണങ്ങൾക്ക് പലപ്പോഴും ജനങ്ങൾ വിധേയരാവാറുണ്ട്. ഈ ജനങ്ങൾ ഇത് പൈസ തരാൻ തയ്യാറാണ്, അവരിത് വാങ്ങിക്കാൻ പോലും തയ്യാറല്ലെങ്കിൽ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ എങ്ങനെ വളരുക. അപ്പൊ അതുപോലെ നമ്മുടെ സമയം വൈകാണ്. പക്ഷെ പറയാൻ നമ്മുടെ ഹൈവേകളിലൊക്കെ പോകുമ്പോൾ എത്ര ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അനുമതി കൊടുക്കാണ്ട് കിടക്കണമെന്ന് അറിയും. ഓരോ കൊച്ചു കൊച്ച കാരണം പറയണം. ഈ കൊച്ചു കൊച്ച കാരണം എന്ന് പറഞ്ഞതല്ലേ ഇതിൽ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ പലപ്പോഴും ഇതിന്റെ യഥാർത്ഥ റൂൾ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല എന്ന്. ഹൈവേയിൽ നിങ്ങൾ 10 നില കെട്ടിടമൊക്കെ ഒഴിഞ്ഞു കിടക്കണതാണ്.
കാരണം അതിന് അനുമതി കിട്ടാണ്ട് കിടക്കണം. കാരണം ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവ അതിന്റെ അനുമതിക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ കൊച്ചു 1 മീറ്റർ അളവിന് അരടിക്ക് കുറവ്, ഒരു കുഴി കുറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ ഒരു അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ആ കെട്ടിടത്തിൽ കൊണ്ടുവരും. കാർ പാർക്കിംഗ് ആയാലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കാർ പാർക്കിംഗ് ആണ്, ശുചിത്വമാണ്, പിന്നെന്ന് വെച്ചാൽ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ. അത് അവർക്ക് മനസ്സിലാവുമല്ലോ. നമ്മളത് അവർക്കൊരു എന്താ പറയാ, അവർക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് സന്ദേശം, അവർക്ക് ഒരു അറിവ് കൊടുത്താൽ അവരത് ചെയ്തോളും. ഇത് അങ്ങനെയല്ല സഹോദരൻ, ഇത് ഇങ്ങനെ ചെയ്താൽ കിട്ടുള്ളൂ. ഇതിന്റെ ഒക്കെ പലപ്പോഴും ഒരു തരം ഞാൻ തന്നെ ഇതിന്റെ തരകൾ തന്നെ, നമ്മളിപ്പോ ഏത് ഓഫീസാണ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ 4 ഡിപ്പാർട്ട്മെന്റുകളും വിചാരിച്ചാൽ, ഇലക്ട്രിസിറ്റി ബോർഡ് വിചാരിച്ച, പഞ്ചായത്ത് വിചാരിച്ച, വില്ലേജ് തഹസിൽദാർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇവര് വിചാരിച്ച കേരളത്തിന് 2.5 ലക്ഷം കോടിയല്ല, കേരളത്തിന് കടം തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവര് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് അവർ പോവാണ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കോളം അവന്റെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ആസക്തിയാണ് അത് വീടിന്റെ രൂപത്തിലോ ഷോപ്പിംഗ് കോംപ്ലക്സോ ഫാക്ടറിയോ അതൊക്കെ അവന്റെ ഒരു ആഗ്രഹങ്ങൾ. അപ്പൊ അത് ലോകത്തിന് അവസാനം വരുന്നുള്ളൂ. പക്ഷെ ഇതിന് നമുക്ക് നിക്ഷേപിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളില്ലല്ലോ. അവൻ കൂട് മാറും. ഇപ്പോ കിറ്റസിന്റെ സാബു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ മുതലാളി എന്ന് വിചാരിച്ചോ. അതുപോലെ ഇവിടെ ഒന്നും പറ്റാത്ത ഈ തമിഴ്നാട്ടിൽ, നമ്മളിപ്പോ തമിഴ്നാട്ടിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഞാൻ ജീവിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ ഉണ്ടായ കോയമ്പത്തൂർ എത്തല് കഴിഞ്ഞു. അത് ഇനി നല്ല ഹൈവേകൾ വരികയാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ കാലത്ത് 8 മണിക്ക് ഇറങ്ങിയാൽ 10 മണിക്ക് അവിടെ ഓഫീസ് തുറക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കമ്പനി തുറക്കാം. ഈ രീതിയിലേക്ക് മാറി കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞ പിക്ചറിൽ ഉണ്ടാവില്ല. അപ്പൊ ദയവ് ഉദ്യോഗസ്ഥന്മാരോടും ഗവൺമെന്റിനോടും പറയാണ്, നിങ്ങൾ വിചാരിച്ച മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾക്ക് പോയി അവർ നിയമങ്ങൾ നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇവർക്ക് എന്തെങ്കിലും പാതകൾ ഒരുക്കി കൊടുത്ത് സർക്കാരിന് ജനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള പൈസ വാങ്ങിച്ച് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റും ഒരു അടിക്കടി ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് രൂപ താഴ്ത്തിക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കടം കുറയ്ക്കാൻ പറ്റും, ജനങ്ങളുടെ മേലുള്ള നികുതി ഭാരം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നല്ല ഭരണം കാഴ്ചവെച്ച് നല്ല തുടർ ഭരണങ്ങളൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുടർ ഭരണം കിട്ടാത്തതെന്നുണ്ട് വിലപിച്ചൊരു കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ പിന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്നില്ല. ജനങ്ങളെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെയും മറക്കും അല്ലെങ്കിൽ വെറുക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെയ്ത് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.